പേര് സിസ്റ്റർ സിസീലിയ തോമസ്. വീട്ടുപേര് മൂക്കൻ തോട്ടത്തിൽ. സ്ഥലം ബിറ്റ്വീൻ പാലയാൻ ഭരണങ്ങാനം പാറപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പറഞ്ഞത്. ഞാൻ അൽഫോൻസാമ്മയെ ആദ്യം കാണുന്നത് എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചി മഠത്തില് സിസ്റ്ററായിരുന്നു. അപ്പം ആ സിസ്റ്ററിനെ കാണാൻ പോയപ്പം ഞങ്ങൾ അടിക്കടി പോകുമായിരുന്നു. കാരണം എൻ്റെ ചേച്ചി പറഞ്ഞ പോലെ, അച്ചാമ്മ പറഞ്ഞ പോലെ, ഞങ്ങള് ഈ മഠംകാര് ഭയങ്കര പൂവറായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വല്ലതൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു സിസ്റ്റേഴ്സിന്. അങ്ങനെ പാലും കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ചാൻസ് കിട്ടി പല പ്രാവശ്യം അൽഫോൻസാമ്മയെ കാണാന്. അങ്ങനെയാണ് കാണാനിടയായത്. പക്ഷെ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർമ്മ അൽഫോൻസാമ്മയെ ഇങ്ങനെ ഞാൻ കാണുമ്പം ഒരു നല്ല വെളുത്ത ഡ്രസ്സ്, അവിടെയൊക്കെ 6 സിസ്റ്റേഴ്സ് അവര് വെളുത്ത ഡ്രസ്സ് ഇടുന്നത്. ബാക്കിയുള്ള സിസ്റ്റേഴ്സ് അവരുടെ സ്വന്തം ഹാബിറ്റ് ബ്രൗൺ കളർ. അപ്പൊ എൻ്റെ ആദ്യത്തെ പിക്ചർ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ക്ലിയർ ഇപ്പോഴും ഉള്ളത്, മിസ്റ്റർ അൽഫോൻസാമ്മ ഇങ്ങനെ ഇരിക്കുവാണ്, മറ്റേ സിസ്റ്റേഴ്സ് എല്ലാം ചുറ്റിലും അവരുടെ റെക്രിയേഷൻ ടൈമാണ്. അന്നേരം ഞാൻ പോയി, ആരോ സിസ്റ്റേഴ്സ് എന്നോട് ചോദിച്ചു, ആരാ നിന്റെ കൊച്ചമ്മ? അപ്പൊ ഞാൻ ഓടിപ്പോയി അൽഫോൻസാമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ കൊച്ചമ്മ എന്ന് പറഞ്ഞു. മേ ബി ഉടുപ്പ് വെളുത്തായത് കൊണ്ടോ അൽഫോൻസാമ്മയുടെ പുണ്യവും സൗന്ദര്യം കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അത് പിന്നെ മഠത്തിൽ പോയാല് പലപ്പോഴും ഞങ്ങൾ പോകുമായിരുന്നു മഠത്തില്. ഇൻസ്റ്റെഡ് ഓഫ് എൻ്റെ ചേച്ചിയെ കാണാൻ പോകുന്നതിന് പകരം ഞാൻ ആദ്യം ഓടുന്നത് അൽഫോൻസാമ്മയുടെ അടുത്തോട്ടായിരിക്കും. അവിടെ പോയി അൽഫോൻസാമ്മയുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എനിക്ക് 6 വയസ്സായപ്പം അൽഫോൻസാമ്മ മരിച്ചുപോയി. അതിനു മുമ്പിലുള്ള സമയത്താണ് എനിക്ക് അൽഫോൻസാമ്മയോടുള്ള പരിചയം. അന്നേരം അൽഫോൻസാമ്മ പറഞ്ഞു തരും, ആശയടക്കം കാർക്കണം, സുഹൃത ജപം ചൊല്ലണം എന്നൊക്കെ പറഞ്ഞു തരും. അതെല്ലാ പിള്ളേരോടും അങ്ങനെ പറയുന്നു. അൽഫോൻസാമ്മ കൊച്ച ഉപദേശം കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ആശയടക്കം എന്ന് പറഞ്ഞാൽ എന്നാ ഞാൻ ചോദിച്ചു. അന്നേരം അൽഫോൻസാമ്മ പറഞ്ഞു, നമ്മുടെ നാട്ടില് ഈ റബ്ബർ തോട്ടമൊക്കെ അല്ലേ, അപ്പം ഈ എൻ്റെ പേര് എയ്റോപ്ലെയിൻ ഇതിന്റെ ഒച്ച കേൾക്കുമ്പം ഞങ്ങൾ പിള്ളേരൊക്കെ ഓടിപ്പോയി മുറ്റത്ത് നിന്ന് എയ്റോപ്ലെയിൻ കാണാനായിട്ട് നോക്കും. അത് എന്നിട്ട് കണ്ടിട്ട് അൽഫോൻസാമ്മ ടോൾഡ് മീ, എന്നോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം എയ്റോപ്ലെയിൻ്റെ ശബ്ദം കേൾക്കുമ്പം പോയി നോക്കാതെ ഈശോയ്ക്ക് വേണ്ടി അത് ഓടിപ്പോയി നോക്കണ്ട. അതാണ് ആശയടക്കത്തിന്റെ ഒരു എക്സാമ്പിൾ. ഷീ ടോട്ട് മീ. അതായത് നമുക്കുള്ള ആശയം അടക്കുക. അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ ഈ അത് ദാറ്റ് ഞാൻ ഓർക്കുന്നില്ല സ്പെഷ്യലായിട്ട് സ്പിരിച്വൽ തിങ്സ് പറഞ്ഞത്. പക്ഷെ എന്തോ ഒരു ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു അൽഫോൻസാമ്മയെ പറ്റി. ഇങ്ങനെ ഞാൻ അൽഫോൻസാമ്മയോട് പറഞ്ഞു, അൽഫോൻസാമ്മ ഒരു പുണ്യവതിയാവട്ടോ. അന്നേരം ആരോ ചോദിച്ചു, എന്തുകൊണ്ടാ അൽഫോൻസാമ്മ പുണ്യവതി? ആരോ അടുത്ത് നിന്ന സിസ്റ്റേഴ്സ്. ഞാൻ പറഞ്ഞ, അൽഫോൻസാമ്മ ഒത്തിരി സഹിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ചെറുപ്രായത്തില് എങ്ങനെ സഹനം ഈസ് സഫറിങ് വെൽ ഈസ് ഹോളിനെസ്. അത് എനിക്ക് ആരും പറഞ്ഞതെന്നാന്ന് അറിയത്തില്ല. പക്ഷെ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ അൽഫോൻസാമ്മ ഒത്തിരി സഹിക്കുന്നില്ലേ, അപ്പൊ ഈശോയ്ക്ക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് അൽഫോൻസാമ്മ ഒരു പുണ്യവതിയാ എന്നൊക്കെ പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ നല്ലപോലെ ഓർക്കുന്നുണ്ട്. അൽഫോൻസാമ്മ എനിക്ക്
6 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. ഭയങ്കര ദുഃഖമായിരുന്നു അത് ഓർത്തിട്ടേ. കാരണം അൽഫോൻസാമ്മ ഹാഡ് ബിക്കം വെരി ഡിയർ, വെരി ക്ലോസ്. അല്ലാതെ വലിയ സംസാരമൊന്നും, ഞാൻ ഇത്രയും ചെറുതായിരുന്നല്ലോ. ഇങ്ങനെ അൽഫോൻസാമ്മ പുണ്യവതിയാവും. എന്തുകൊണ്ടാ പുണ്യവതിയാവുന്നേ? അൽഫോൻസാമ്മ ഒത്തിരി സഹിക്കുന്നുണ്ട്, അതുകൊണ്ട് പുണ്യവതിയാവും. ഞാനിത് പറഞ്ഞ എൻ്റെ അപ്പൻ മരിച്ചപ്പം ഞാൻ അൽഫോൻസാമ്മോട് അതിന് മുമ്പില അൽഫോൻസാമ്മ സ്വർഗത്തിൽ പോകുമ്പോൾ നേരെ സ്വർഗത്തിൽ പോകും. അപ്പൊ എൻ്റെ അപ്പൻ അവിടെ ഉണ്ടോ എന്ന് നോക്കണം. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ മരിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു അൽഫോൻസാമ്മ മരിച്ചു നേരെ സ്വർഗത്ത് പോകും. അപ്പോൾ എന്നോട് പറയണം തിരിച്ചു വന്ന് എൻ്റെ അപ്പൻ അവിടെ ഉണ്ടോന്ന്. പക്ഷെ വാട്ട് റിപ്ലൈ ഷീ ഗേവ് ഐ ഡോണ്ട് റിമെമ്പർ. ഞാനത് ഓർക്കുന്നില്ല. ഇത്രയൊക്കെയാണ് എൻ്റെ അൽഫോൻസാമ്മയോട് ഉള്ള